കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നലെ ഒരു തിരുവോണ സമ്മാനം പ്രതീക്ഷിച്ചായിരുന്നു കൊച്ചിയിലേക്ക് ആർത്തിരമ്പി എത്തിയത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു നിരാശ തന്നെയായിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് പഞ്ചാബ് എഫ്.സിയോട് പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മിസ് ചെയ്ത ഒരു താരമുണ്ട്, ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ. ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൂണയുടെ കുറവ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് ധാരാളമായി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ മാത്രമല്ല, അതിന് തൊട്ടു മുമ്പുള്ള സീസൺ താരം പരിക്ക് പറ്റി പുറത്തുപോയി. അതിനുശേഷം 1-ാം സ്ഥാനത്ത് നിന്ന ബ്ലാസ്റ്റേഴ്സ് 5-ാം സ്ഥാനത്തേക്ക് താഴുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ആ ലൂണ ഇന്നലെ കളിച്ചിരുന്നില്ല. അതിൻ്റെ അഭാവം ടീമിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ലൂണ ഇനി എന്ന് തിരിച്ചെത്തുമെന്നുള്ള കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്ക് ഇപ്രകാരമാണ്: ലൂണ ഇന്നലെ കളിച്ചിരുന്നില്ല. അത് ടീമിന് വലിയ തിരിച്ചടി തന്നെ ആയിട്ടുണ്ട് എന്ന് കോച്ച് തുറന്ന് പറയുന്നുണ്ട്. കൂടാതെ കോച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലൂണ ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് താരം കളിക്കാതിരുന്നത്. എന്നാൽ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരത്തിൽ ലൂണ കളിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. എനിക്കതിൽ നല്ല പ്രതീക്ഷയുണ്ട്. ലൂണ അടുത്ത മത്സരം കളിക്കുമെന്നുള്ളതിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തും. ടീമിനെ അദ്ദേഹം നല്ലതുപോലെ സഹായിക്കും എന്നുള്ളൊരു കാര്യം കൂടി മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ലൂണയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ വലിയൊരു തിരിച്ചടിയായി. അതിൽ നിന്നൊക്കെ കരകയറാൻ ലൂണ തിരിച്ചെത്തുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ലൂണ തിരിച്ചെത്തുന്നു.